സർക്കാർ ഓഫീസിൽ ശുദ്ധികലശം നടത്തി സാംസ്കാരിക കേരളത്തെ ഞെട്ടിച്ച ശങ്കരൻ തമ്പിയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. അദ്ദേഹത്തിന് സർക്കാർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ചെയ്തിരിക്കുന്നു. ഇതിനിടയിൽ ശങ്കരൻ തമ്പിക്ക് മുമ്പ് ആ ഡിപ്പാർട്ട്മെന്റിന്റെ തലവനായിരുന്ന ദളിതനായ ശ്രീ കരുണാകരൻ ഈ വിഷയത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെ. അദ്ദേഹത്തെ പോലൊരു വലിയ മനുഷ്യൻ, ഒരുപാട് പാരമ്പര്യങ്ങൾക്കൊക്കെ അവകാശിയായ ആള് ഇങ്ങനെ ചെയ്തു എന്ന് കേട്ടപ്പോൾ നാണക്കേട് തോന്നി. അദ്ദേഹത്തിന്റെ സംസ്കാരത്തെ ഓർത്ത് ഞാൻ ലജ്ജിക്കുന്നു. ഇതിൽ കൂടുതലായി എനിക്കൊന്നും പറയാനില്ല ഇപ്പോൾ. എത്ര മാന്യമായ പ്രതികരണം! ഈ വിഷയത്തിൽ സാംസ്കാരിക കേരളം എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കാം. കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ വിശ്വമംഗലം സുകുമാരൻ നായർ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സുകുമാരൻ നായർ. ഹലോ. നിങ്ങൾ എന്നെ സംസ്കാരമൊന്നും പഠിപ്പിക്കണ്ട. എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞില്ലേ? പ്ലീസ് കേൾക്കണം സുഹൃത്തെ, എന്റെ ഫോൺ നിങ്ങൾക്ക് വിളിച്ച് ശല്യം ചെയ്യാനുള്ളതല്ല. സോറി. യെസ്. ഗുഡ് മോർണിംഗ് സർ. അശോകനോ, ഇരിക്കേ. സാറിന്റെ ശുദ്ധികലശം ടി വിക്കാരും പത്രക്കാരും ഒരു ആഘോഷമാക്കിയിരിക്കുകയാണല്ലോ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അശോകൻ? സത്യം എന്താണെന്ന് അറിയിക്കാൻ വേണ്ടി നമുക്കൊരു ചാനലോ പത്രമോ തുടങ്ങാൻ പറ്റുമോ? സത്യാവസ്ഥ എന്താണെന്ന് ഡിപ്പാർട്ട്മെന്റിനെ ബോധ്യപ്പെടുത്തണം സർ. എന്റെ വിശദീകരണം മേലധികാരികളെ അറിയിക്കാം എന്നതിനപ്പുറം മറ്റെന്താ? സാറിനെ ഞാൻ സഹായിക്കാം. എങ്ങനെ സഹായിക്കും? അന്നേ ദിവസം ഓഫീസിൽ നടന്നത് എന്തായിരുന്നെന്ന് ഒരു പത്രസമ്മേളനം വിളിച്ച് അശോകന് പറയാമോ? അത് പിന്നെ ഒരു സംഘടനാ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കാരെയും പിണക്കാൻ കഴിയില്ല. മാധ്യമ പ്രവർത്തകർക്ക് നല്ലൊരു ട്രീറ്റ് അറേഞ്ച് ചെയ്യാം. ഏതെങ്കിലും സ്റ്റാർ ഹോട്ടൽ. അടുത്ത നിമിഷം മുതൽ ഈ വാർത്ത അവസാനിപ്പിക്കും. എന്റെ ജീവിതത്തിലേക്ക് ചെളി തെറിപ്പിക്കുന്നതിന് വിരാമമിടാൻ ഞാൻ കള്ളു വാങ്ങിക്കൊടുത്തും പെണ്ണുകൂട്ടിക്കൊടുത്തും സന്തോഷിപ്പിക്കണം, അല്ലേ? അവരൊക്കെ നമ്മുടെ നല്ല ഫ്രണ്ട്സ് ആയിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. എന്തിനാ അശോക എന്നെ പോലൊരു സാധാരണക്കാരന് പത്രക്കാരുമായുള്ള ചങ്ങാത്തം? അന്വേഷണ വിധേയമായി സാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഗവൺമെന്റിന്റെ മുഖം രക്ഷിക്കാൻ അങ്ങനെ ഒരു നടപടി കൂടിയേ തീരൂ. ഞാനൊരു അപ്പോയിന്റ്മെന്റ് എടുക്കാം. നമുക്ക് ഒരുമിച്ച് മിനിസ്റ്ററെ കാണാം. അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. ഹലോ മോനെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഈ പ്രായത്തിൽ നിന്റെ അച്ഛൻ പ്രസിദ്ധനാകുമെന്ന ജാതകത്തിൽ ഇപ്പൊ കുപ്രസിദ്ധിയായി പോയെന്നേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ നേരിട്ട് പറയാം. നീ ടൂർ കഴിഞ്ഞെത്തിയോ? ഓഫീസിലെത്തിയെന്നോ? എങ്കിലൊന്ന് വേഗം പാടോ. ആനെന്താ വന്നോട്ടെ. നിന്റെ ഫ്രണ്ട് എന്ന് പറയുമ്പോ ഗേൾ ഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ? ഗേൾ ഫ്രണ്ടോ? അപ്പൊ അവള് വരുന്നതിന്റെ ഭാഗമായി ഇനി താലപ്പൊലി വല്ലതും ഒരുക്കണോ? ഒന്ന് വേഗം പാടോ. ഇപ്പൊ എനിക്ക് നിന്റെ ചങ്ങാത്ത അത്യാവശ്യമാണ്. വല്ലാത്തൊരു ലോൺലിനെസ് ഫീൽ ചെയ്യുന്നതോ. ഓക്കെ മോനാ രാമു ടെക്നോ പാർക്കിലല്ലേ? അതെ, അവൻ അവിടെ ഒരു സ്പാനിഷ് കമ്പനിയുടെ സിഇഒ ആണ്. വിദേശ ടൂറിലായിരുന്നു ഇന്നെത്തിയെന്ന് സാറിനോട് ഞാൻ പറഞ്ഞത് മന്ത്രിയെ കാണുന്ന കാര്യം. അല്ലേ സർ? അതെ. ഒരു സംഘടനാ പ്രവർത്തക നിലയിൽ ഞാൻ അങ്ങയുടെ ഓഫീസിലുള്ളപ്പോൾ സഹായിച്ചില്ലെന്നൊരു പരാതി ഒരിക്കലും ഉണ്ടാവില്ല. ഇതൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. സാറിനെ പോലെ പരമ്പരാഗതമായി ജന്മകുടുംബത്തിൽ ജനിച്ച ഒരാള്. അശോക, അത് എന്റെ കുഴപ്പമല്ല. പുതിയ കാലത്ത് എന്തും വിലയ്ക്ക് വാങ്ങാം. പക്ഷെ മാതാപിതാക്കളെ വിലയ്ക്ക് വാങ്ങാൻ കഴിയില്ല. ഞാനിവിടെ ജനിക്കണം, അശോകൻ ഇവിടെ ജനിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈശ്വരനാണ്. ഞാനിവിടെ ജനിച്ചുപോയി. അതുകൊണ്ട് ഞാൻ പറയുന്നതും ചെയ്യുന്നതൊക്കെ തെറ്റാവുന്നു. ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെട്ട വിശദീകരണം ഞാൻ കൊടുത്തിട്ടുണ്ട്. ജാതി ഒരു പ്രകൃതി നിയമമാണെന്ന് അല്ലേ? അതൊരു ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞതാണ്, അല്ലാതെ എനിക്ക് മുമ്പ് ആ സീറ്റിൽ നിന്ന ആളെ കുറിച്ച് പറഞ്ഞതല്ല. എന്റെ ജീവിതത്തിലെ ഈ മോശം നിമിഷങ്ങളിൽ സഹായ വാഗ്ദാനവുമായി വന്നതിന് നന്ദിയുണ്ട്. കുടിക്കാൻ ചായയോ കാപ്പിയോ എന്തെങ്കിലും? വേണ്ട സർ. അപ്പോ ഇറങ്ങല്ലേ? ശരി സർ. എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാൻ മടിക്കണ്ട. തീർച്ചയായും. നകുലൻ നമ്പൂതിരി ചായ. ചായയുടെ പേരാണോ നകുലൻ നമ്പൂതിരി എന്ന്? അല്ല,
അത് പിന്നെ ഞാൻ നകുലൻ നമ്പൂതിരി. നീ നകുലനാണെന്ന് എനിക്കറിയായിരുന്നോ? നകുലൻ നമ്പൂതിരി. എടാ അതിങ്ങനെ ലേലം വിളിക്കുന്നത് പോലെ എപ്പോഴും പറഞ്ഞുറപ്പിക്കണോ? അടുക്കളപ്പണി ചെയ്യുകയും ചായ കൊണ്ട് തരികയൊക്കെ ചെയ്യുമ്പോ ഞാൻ നമ്പൂതിരിയാന്ന കാര്യം നിങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടിയാ. നിരവധി ജാതികളും അതിലേറെ ഉപജാതികളുമൊക്കെയുള്ള ഇന്ത്യയിൽ മതേതരത്വം ഭരണഘടന നമുക്ക് നൽകുന്ന പ്രത്യേകമായ ഒരു പരിരക്ഷയാണ്. നീ ആരാ? നകുലൻ നമ്പൂതിരി. നകുലനാണോ സഹദേവനാണോ എന്നല്ല ചോദിച്ചത്. നീ എന്റെ ആരാ? വകയിലൊരളിയൻ. നിനക്കതിലെന്തോ സംശയമുള്ളത് പോലെ. നിങ്ങളുടെ കുടുംബത്ത് വന്ന് സംബന്ധം കൂടിയ നമ്പൂതിരിയായ എന്നെ അടുക്കളയെ നിർത്തിയതല്ല, ഇതപ്പോ നിന്നതാ നീ. ഒരു നേരം ഉരിയ ഉപ്പിന്റെ വക അകത്താക്കുന്നുണ്ട്. പക്ഷെ ശരീരത്തെ അങ്ങോട്ട് പിടിക്കുന്നില്ലല്ലോ. കുഴപ്പം ഞങ്ങളുടെയാണോ? ദഹനക്കേട് വരും. അമിത ഭക്ഷണമായ ആർക്കും ദഹനക്കേട് വരും. ഇല്ലായ്മക്കാരനായ എന്നെ അല്ല ഇല്ലക്കാരനായ എന്നെ എടാ നീലമനയില്ലാത്ത പുല്ലും പെരിച്ചാഴിയും പട്ടിയും നീ ഒക്കെ ജനിച്ചു. ഇവന്റെ അച്ഛൻ പപ്പു തമ്പിയുടെ ചേട്ടൻ രാമൻ തമ്പിയുടെ മോളെ വിലാസിനിയെ നീ സംബന്ധം ചെയ്തു. പൂണൂല് കണ്ടോ പെണ്ണ് വന്നെന്നാ തമ്പി അദ്ദേഹം പറഞ്ഞത്. പൂണൂല് കണ്ടോ അരിഞ്ഞാണ ചരട് കണ്ടോ? അരഞ്ഞാണ ചരട് കണ്ടായിരുന്നു, പെണ്ണ് വരത്തേ ഇല്ലായിരുന്നു. നോക്കി അല്ല വേണ്ട. എന്നിട്ട് ആ വിലാസിനി ഇപ്പൊ എവിടെ ഉണ്ടടാ? ഡ്രൈവർ ഗോവിന്ദൻ നായരുടെ കൂടെ ഹാപ്പിയായി കഴിയുന്നു. അമ്മയ്ക്ക് വേറെ ജോലിയൊന്നുമില്ലേ? എടാ ഇവനോടൊക്കെ പറയേണ്ടത് പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമാ. നീ പോകാൻ വരട്ടെ, നിന്നോട് എനിക്ക് ചിലതൊക്കെ പറയാനുണ്ട്. എന്നെ മലത്തി അടിച്ചിട്ട് അവിടെ തുടങ്ങുന്ന നകുലൻ നമ്പൂതിരി. എന്തോന്ന് നമ്പൂതിരി? എടാ ആണുങ്ങളായ ഭക്ഷണം കഴിക്കാൻ മാത്രം ഉത്തരവാദിത്തം കാണിച്ചാ പോരടാ. നിന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിരുന്നു ആ വിലാസിനിക്ക്? അടുക്കള പണി മുഴുവൻ ഞാനല്ലായിരുന്നു. അടുക്കള പണി ചെയ്യാൻ എന്തിനാടാ ഒരു ഭർത്താവ്? പൂണൂലെ പിടിച്ച് വലിച്ചു കളിച്ചാ ജീവിതമാവോടാ. 8 മണി കഴിയുമ്പോ ഒരു ചെമ്പ് കഞ്ഞി കുടിക്കും. കൈ കഴുകുന്ന ശബ്ദവും കൂർക്കം വലിയും ഒരുമിച്ച് കേൾക്കാം. അവള് വന്ന് തട്ടി വിളിക്കുമ്പോഴേ രാപ്പനിയാണെന്ന് പറഞ്ഞു പുതപ്പിനടിയിലേക്ക് കയറും. പാവം വിലാസിനി 14 വർഷം സഹിച്ചു, ഒരു വനവാസ കാലം. എന്നിട്ട് അവളാണ് ഒരുത്തന്റെ കൂടെ പോയി. അടുക്കളയെ നീ ശേഷിച്ചു. അതുകൊണ്ട് എനിക്ക് അമ്മയുടെ 16 അടി യന്ത്രം ഉണ്ടാ ഭാഗ്യം ഉണ്ടായിരുന്നു. നീ എന്റെ 16 അടി യന്ത്രം ഒന്നും അല്ലടാ. എന്റെ ജാതകത്തിലുള്ള ആകെ ഒരു ഭാഗ്യം അത് മാത്രം. ശങ്കരൻ തമ്പി, ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ വിളിച്ചു ചോദിക്കുക, എന്താ നിന്റെ തീരുമാനം? അമ്മയുടെ 16 അടി യന്ത്രം നടത്തുന്ന കാര്യം വന്നോ? അത് ചത്തോട്ട് തീരുമാനിച്ചാ പോരെ? ചായക്കപ്പ് എടുത്തോണ്ട് പോടാ. നകുലൻ നമ്പൂതിരി നിന്നോടാ പറഞ്ഞത് ചായക്കപ്പ് എടുത്തോണ്ട് പോവാൻ. പോടാ. നിരുപമ വിളിച്ചിരുന്നു. അവള് കോമളനുമായി ഇങ്ങോട്ട് തിരിക്കുകയാണെന്ന്. ആങ്ങളക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ അവക്ക് അവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുമോ? അതൊന്നും അത്ര ഗൗരവമുള്ള കാര്യമല്ലമ്മേ. 2-3 ദിവസമായി TV തുറന്ന് ഇതാ പ്രധാന വാർത്ത. അതിന് തക്ക തെറ്റ് നീ എന്താ ചെയ്തേ? എനിക്കറിയില്ല. സർക്കാർ ഉദ്യോഗം കൊണ്ട് ജീവിക്കേണ്ട അവസ്ഥയൊന്നും ഉണ്ടായിട്ടുള്ള കുടുംബമല്ല നമ്മുടേത്. ഭൂനിയമം വന്നപ്പം 5 ഏക്കർ തെങ്ങും പറമ്പാ കുടിയിടപ്പുകാർക്ക് കൊടുത്തത്. ഇന്നും കീഴ്ജാതിക്കാർ ഈ മുറ്റത്ത് കയറണമെങ്കിൽ 2 തവണ ആലോചിക്കണം. അമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട. അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ലെന്ന് നീ പറയുന്നു. അഥവാ ചെയ്താ എന്താവും ഒരു തെറ്റ്? നീ ആരുടെ മോനാ? അമ്മ ഇപ്പൊ ഇങ്ങനെ ഒരു സംശയം ചോദിക്കാൻ കാര്യം എന്താ? ശങ്കരൻ തമ്പി പപ്പുത്തമ്പിയുടെ മോനല്ലേ? നാടുവാഴികളുടെ കുടുംബമായിരുന്നത്. ആരുടെ കുടുംബം? നാടുവാഴിയുടെ 2 മക്കള്. ഇയാൾ എഞ്ചിനീയറിംഗ് പഠിച്ചു പാസ്സായി. ഇവന്റെ സഹോദരി നിരുപമ IFS എടുത്ത് ജർമ്മനിയിൽ ജോലി ചെയ്യുന്നു. ഇന്നെന്റെ മോൻ വിശദീകരണം കൊടുക്കണമെന്ന് പോലും. മക്കൾ ആരുടെയും മുന്നിൽ തോക്കുന്നതോ തല കുനിക്കുന്നതോ ഈ അമ്മയ്ക്ക് ഇഷ്ടമല്ല. ഈ നകുലൻ നമ്പൂതിരിക്കും ഇഷ്ടമല്ല. എന്ത് വേണമെന്നൊരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല ഞാൻ. നമുക്ക് ആലോചിച്ച് വേണ്ടത് ചെയ്യാം. അമ്മ സമാധാനിക്കും. രാമു വിളിച്ചിരുന്നു, അവൻ ടൂർ കഴിഞ്ഞ് എത്തിയെന്ന്. ഈ വിവരം അറിഞ്ഞു കുട്ടികളൊക്കെ ആകെ വിഷമിക്കുമല്ലോടാ. അവന്റെ ഒരു കൂട്ടുകാരി ഇവിടേക്ക് എത്തുന്നു പോലും. ഇവിടെ ഏതോ വിദേശ കമ്പനി ജോലിയുള്ള കുട്ടിയാ. വിദേശ കമ്പനി ആകുമ്പോ മദാമയാണോ ചൈനക്കാരിയാണോ എന്നൊന്നും പറഞ്ഞില്ല. ഒരു അതിഥി കൂടെ ഉണ്ടാവുന്നേ പറഞ്ഞുള്ളൂ. നകുലൻ നമ്പൂതിരിക്ക് പിടിപ്പത് പണിയായി. കോമളനും നിരുപമേ എത്തുന്നുണ്ട്. എല്ലാരും എത്തട്ടെ. അങ്ങനെങ്കിലും വീടൊന്ന് നിറഞ്ഞു കിട്ടുമല്ലോ. പിന്നെ ആളും ബഹളവും ഒക്കെ ഉണ്ടായിട്ട് എത്ര കാലമായി. നിങ്ങൾ എന്റെ പുക കണ്ടേ അടങ്ങുമല്ലേ?
കോമളനെ സിംഗപ്പൂരി സായിപ്പിന്റെ കമ്പനിയിലായിരുന്നു. സായിപ്പ് മരിച്ചപ്പം ജോലി വേണ്ടെന്ന് വെച്ചു. അഹങ്കാരം അല്ലാതെ പിന്നെന്താ? ഇപ്പം ഭാര്യയുടെ സാരിത്തുമ്പെ പിടിച്ച് ഉണ്ടുറങ്ങി സുഖിച്ച് കഴിയ. പക്ഷെ മൂപ്പര് വന്നായിരുന്നെങ്കിൽ ഇത്തിരി സ്കോച്ചും ഒക്കെ അടിച്ച് എന്തെങ്കിലും ഒന്ന് വലിച്ചു കുടിക്കാൻ അടുക്കളയൊന്ന് കൊഴുത്തേനെ. അവന്റെ ഒരു കോമളലിയനായിരിക്കും.